നിങ്ങൾ ആ കഥ കേട്ടിട്ടില്ലേ? എത്രയോ തവണ കേട്ട കഥയാണ്. റിപ്പീറ്റേഷൻ്റെ ഒരു ബോർഡം ഉണ്ടാവും, അത് ഒഴിവാക്കിക്കൊണ്ട് കേൾക്കുക. ഒരാളിങ്ങനെ പിന്നെ ഈശോയുടെ സാന്നിധ്യം എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവിക സാന്നിധ്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇയാളിങ്ങനെ നടന്നു പോകുന്ന വഴികളിലെല്ലാം ഈ രണ്ട് പേർ കാൽപാദങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലാവുകയാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഈശോയും ഉണ്ട്. അപ്പോൾ ഈശോയുടെ കാലടിപ്പാതകളും കൂടെ ഞാൻ കാണുന്നുണ്ട്. കഥ നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ വലിയൊരു പ്രശ്നം വന്ന സമയത്ത് ഇയാളിങ്ങനെ നോക്കുമ്പോൾ ഇയാൾ ഒരു കാലടിപ്പാദങ്ങൾ, ഒരു പെയർ ഓഫ് ലെഗ്സ് പാദങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഒരു പെയർ ഓഫ്, അങ്ങനെയാണ് അതിന് പറയുന്നത്. അത് ഒരാളുടെ കാൽപാദങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പം ഇയാൾ ഇങ്ങനെ പരാതിപ്പെട്ട് ഈശോയോട് ഇങ്ങനെ പറയാണ്, നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നറിയാം ഈശോയെ, എപ്പോഴും എൻ്റെ കൂടെ എന്നെ നീ സഹായിക്കുന്നു. പക്ഷേ ഞാൻ ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ കൂടെ കടന്നുപോയ സമയത്ത് ഈ കാൽപാദങ്ങൾ ഞാൻ കാണുന്നില്ലല്ലോ, നീ എൻ്റെ അടുത്ത് നിന്ന് അകന്ന് മാറിപ്പോയോ? സങ്കീർത്തനം 22 ചോദിക്കുന്ന പോലെ എന്തേ ഇങ്ങനെ അകന്ന് നിൽക്കുന്നു എന്നൊക്കെ ഈശോയോട് ചോദിച്ചു. ഈശോ മറുപടി പറഞ്ഞത് നമുക്കറിയാലോ. എന്ന് പറയാം, അപ്പോഴും ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, കാണുന്നത് എൻ്റെ കാൽപാദമാണ്, നിന്റെ കാൽപാദമാണ് കാണാത്തത്. നിന്റെ കാൽപാദം എവിടെ? നിലത്തല്ല. നിനക്ക് നിലത്ത് നിൽക്കാൻ പറ്റാത്ത ഈ ഒരു സമയത്ത് നിന്നെ ഞാൻ എൻ്റെ തോളിലെടുത്തുകൊണ്ട് നടക്കുകയാണ്. നിയമാവർത്തന പുസ്തകം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലേ, ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവിടുന്ന് എന്നെ കണ്ടെത്തി, കണ്ണിലെ കൺമണി പോലെ എന്നെ കാത്തു പരിപാലിച്ചു, എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോശ ഇങ്ങനെ ബെഞ്ചമിൻ ഗോത്രത്തെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്നുണ്ട്, ബെഞ്ചമിൻ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ, അവൻ കർത്താവിന്റെ ചുമലുകൾക്കിടയിൽ വസിക്കുന്നു. എന്ന് വെച്ചാൽ കർത്താവ് ഇങ്ങനെ തോളയിലെടുത്തുകൊണ്ട് നടക്കണം. നമ്മളെ അവൻ വഹിക്കുന്നുണ്ട്. ഇപ്പൊ കടന്നു പോകുന്ന നമുക്ക് വഹിക്കാൻ, നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു സങ്കടം, വേദന, പ്രതിസന്ധി, ഇരുട്ട്, എന്തു കഷ്ടത്തിലൂടെ നമ്മൾ കടന്നു പോവാണേലും ഈ കാൽപാദം കാണുന്നില്ലെന്ന് പറയുമ്പോൾ കാണുന്ന കാൽപാദം ശരിക്കും സൂക്ഷിച്ചു നോക്കണം. ആ കാൽപാദത്തിൽ 2 മുറിവുണ്ടാവും, ആണിയടിയേറ്റത്. അത് ഈശോയുടെ കാൽപാദമാണ്. നിന്നെ അവൻ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. വെച്ചാൽ ഇല്ലെങ്കിൽ എപ്പോഴേ ഒരു ബലൂണ് കുത്തുകൊണ്ട പോലെ പൊട്ടിപ്പാളിച്ചായി പോകാൻ നമ്മുടെ ജീവിതം. അങ്ങനെ പൊട്ടി തകർന്നു പോകാൻ, പഞ്ചറാവാൻ വേണ്ടിയിട്ട് ഈശോ അനുവദിക്കില്ല.